വെൽക്കം ടു മാസ്റ്റർ മൈൻഡ്സ് എഡ്യൂക്കേഷൻ. മാസ്റ്റർ മൈൻഡ്സ് എഡ്യൂക്കേഷന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് NIOS ഡാറ്റ എൻട്രി ഓപ്പറേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. സ്ക്രീനിൽ കാണുന്നത് 2023 ഒക്ടോബറിൽ നടന്നിട്ടുള്ള പരീക്ഷയുടെ ചോദ്യ പേപ്പറാണ്, അഥവാ തൊട്ട് മുൻപുള്ള പബ്ലിക് എക്സാമിന്റെ ചോദ്യ പേപ്പർ. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എക്സ്പാൻഡ് ദി ഫോളോവിങ് ടേംസ് എന്നതാണ്. എക്സ്പാൻഡ് ദി ഫോളോവിങ് ടേംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 4 സബ് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ABCD അങ്ങനെ 4 സബ് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അതിന്റെ ഫുൾ ഫോം എഴുതാനുള്ളതാണ്. ക്ലിയർ? അപ്പൊ അര മാർക്കിന്റെ 4 ചോദ്യങ്ങൾ അങ്ങനെ വരുമ്പോ എന്താണ്? 2 മാർക്കാണ് ടോട്ടൽ ഈ ഒരു ചോദ്യത്തിന് വരുന്നത്. മുൻവർഷ ചോദ്യ പേപ്പറിലെല്ലാം സ്ഥിരമായിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് എക്സ്പാൻഡ് ദി ഫോളോവിങ് ടേംസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു ടോപ്പിക് വെരി 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതും ഇനി അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വീഡിയോ മുന്നോട്ട് പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും എനാബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഫസ്റ്റ് വൺ, ALU. ALUന്റെ ഫുൾ ഫോം എന്താ വരുന്നത്? അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ്. എന്താണ്? അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ്. ക്ലിയർ? അടുത്ത എന്താണ്? CU. എന്താ ഫുൾ ഫോം വരുന്നത്? കൺട്രോൾ യൂണിറ്റ്. എന്താണ്? കൺട്രോൾ യൂണിറ്റ്. അടുത്ത എന്താണ്? CPU. എന്താണ് ഫുൾ ഫോം വരുന്നത്? സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയാം. എന്താണ്? നമ്മൾ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഇത് കൃത്യമായിട്ട് പഠിച്ചു തന്നെ പോവുക. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ഐറ്റം എന്താണ്? ALU. നോക്കാതെന്ന് പറഞ്ഞു നോക്കൂ. ALU സ്റ്റാൻഡ്സ് ഫോർ അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ്. എന്താണ്? അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ്. അടുത്തെന്താണ്? CU. എന്താ വരുന്നത്? കൺട്രോൾ യൂണിറ്റ്. എന്താണ്? കൺട്രോൾ യൂണിറ്റ്. അടുത്തെന്താ വരുന്നത്? CPU. എന്താണ്? സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. ക്ലിയർ? ഇനി അടുത്തതിലേക്ക് കിടക്കാം. ഏതൊക്കെ വരുന്നത്? RAM, ROM, OCR. ക്ലിയർ? റാമിന്റെ ഫുൾ ഫോം എന്താ വരുന്നത്? റാൻഡം ആക്സസ് മെമ്മറി. എന്താണ്? റാൻഡം ആക്സസ് മെമ്മറി. അടുത്തത് എന്താ വരുന്നത്? ROM. ROM എന്താ ഫുൾ ഫോം വരുന്നത്? റീഡ് ഓൺലി മെമ്മറി. എന്താണ്? റീഡ് ഓൺലി മെമ്മറി. അടുത്തത് എന്താ വരുന്നത്? OCR. എന്താണ്? OCR. അല്ലെ? ഇത് സ്കാനറുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. അല്ലെ? ഡീറ്റെയിലേക്ക് കിടക്കുന്നില്ല. ഇവിടെ നമ്മൾ എന്ത് മാത്രമേ ചർച്ച ചെയ്യുന്നുള്ളൂ? എക്സ്പാൻഷൻ മാത്രമേ ചർച്ച ചെയ്യുന്നുള്ളൂ. OCRന്റെ ഫുൾ ഫോം എന്താ വരുന്നത്? ഒപ്റ്റിക്കൽ ക്യാരക്ടർ റിക്കഗ്നിഷൻ. എന്താണ്? ഒപ്റ്റിക്കൽ ക്യാരക്ടർ റിക്കഗ്നിഷൻ. അടുത്തത് കിടക്കാം VDU. അല്ലെ? VDU എന്ന് പറഞ്ഞാൽ എന്താണ്? വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്. വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്. അടുത്തെന്താണ്? VDU വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്. അടുത്ത CRT. എന്താണ്? CRT കാഥോഡ് റേ ട്യൂബ്. എന്താണ്? കാഥോഡ് റേ ട്യൂബ്. അടുത്തത് എന്താണ്? LCD. അല്ലെ? LCDന്റെ ഫുൾ ഫോം എന്താ വരുന്നത്? ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ. എന്താണ്? ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ. അപ്പൊ നമ്മൾ പറഞ്ഞു അല്ലെ? VDU പറഞ്ഞു, CRT പറഞ്ഞു, അതുപോലെ തന്നെ LCD പറഞ്ഞു. VDU വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്, CRT കാഥോഡ് റേ ട്യൂബ്, LCD ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ. അടുത്തത് എന്താ വരുന്നത്? DMP. എന്താണ്? DMP ഡോട്ട് മാട്രിക്സ് പ്രിന്റർ. എന്താണ്? ഡോട്ട് മാട്രിക്സ് പ്രിന്റർ. അടുത്തെന്താണ്? CPS. എന്താണ്? CPS ക്യാരക്ടർ പെർ സെക്കൻഡ്. ക്യാരക്ടർ പെർ സെക്കൻഡ്. അടുത്തത് PPM. അടുത്തത് PPM എന്താ വരിക? പേജസ് പെർ മിനിറ്റ്. പേജസ് പെർ മിനിറ്റ്. അടുത്തത് എന്താ വരുന്നത്? LPM. എന്താണ്? LPM ലൈൻസ് പെർ മിനിറ്റ്. ലൈൻസ് പെർ മിനിറ്റ്. അടുത്ത OS ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അടുത്ത DOS. എന്താണ്? ഡോസ്. അല്ലെ? ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇവിടെ എന്താ പറഞ്ഞത്? LPM പറഞ്ഞു, OS പറഞ്ഞു, ഡോസ് പറഞ്ഞു. LPM ലൈൻസ് പെർ മിനിറ്റ്, OS ഓപ്പറേറ്റിംഗ് സിസ്റ്റം,
ഡോസ് ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ ആണല്ലോ, ക്ലിയർ അല്ലേ? അടുത്തത് വരുന്നത് GUI. GUI എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ്. ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ്. അടുത്തത് ബേസിക്. BASIC. ബേസിക് എന്താ വരിക? ബിഗിനേഴ്സ് ഓൾ പർപ്പസ് സിംബോളിക് ഇൻസെർഷൻ കോഡ്. ബിഗിനേഴ്സ് ഓൾ പർപ്പസ് സിംബോളിക് ഇൻസെർഷൻ കോഡ്. സിംബോളിക് ഇൻസെർഷൻ കോഡ്. ഇനി അടുത്തത് ഫോർട്രാൻ അല്ലേ? ഫോർട്രാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഫോർമുല ട്രാൻസ്ലേഷൻ അല്ലേ? ഫോർമുല ട്രാൻസ്ലേഷൻ. ഫോർട്രാൻ എന്ന് പറഞ്ഞാൽ ഫുൾ ഫോം എന്താ വരുന്നത്? ഫോർമുല ട്രാൻസ്ലേഷൻ അല്ലേ? ഫോർമുലയുടെ FOR ഉം ട്രാൻസ്ലേഷന്റെ TRAN ഉം, അതാണ് ഫോർട്രാൻ. ഫോർട്രാന്റെ ഫുൾ ഫോം എന്താ വരുന്നത്? ഫോർമുല ട്രാൻസ്ലേഷൻ. ഫോർമുല ട്രാൻസ്ലേഷൻ. അടുത്തെന്താണ്? കോബോൾ. കോബോൾ എന്താണ്? കോമൺ ബിസിനസ് ഓറിയന്റഡ് ലാംഗ്വേജ്. കോബോൾ എന്താണ്? കോമൺ ബിസിനസ് ഓറിയന്റഡ് ലാംഗ്വേജ്. അടുത്ത് നോക്കാം ISP. ISP എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. അടുത്തത് എന്താണ്? PC. എല്ലാവർക്കും അറിയാം, പേഴ്സണൽ കമ്പ്യൂട്ടർ. പേഴ്സണൽ കമ്പ്യൂട്ടർ. അടുത്തത് ISDN. ISDN ഇന്റഗ്രേറ്റഡ് സർവീസസ് ഡിജിറ്റൽ നെറ്റ്വർക്ക്. എന്താണ്? ഇന്റഗ്രേറ്റഡ് സർവീസസ് ഡിജിറ്റൽ നെറ്റ്വർക്ക്. ക്ലിയർ? ഇനി അടുത്തത് LAN. LAN എന്താണ്? ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. പിന്നെ വരുന്നത് എന്താണ്? MAN. MAN എന്ന് പറഞ്ഞാൽ എന്താ? മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. അടുത്തെന്താണ്? WAN. വൈഡ് ഏരിയ നെറ്റ്വർക്ക്. വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ഈ മൂന്ന് ഒന്നുകൂടി പറയാം. LAN, MAN, WAN. LAN, MAN, WAN. LAN എന്താണ്? ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. MAN എന്താണ്? മെട്രോപൊളിറ്റൻ നെറ്റ്വർക്ക് അഥവാ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. MAN മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. WAN എന്താ വരിക? വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി അടുത്തേക്ക് കിടക്കാം. അടുത്തെന്താ വരുന്നത്? DSL. എന്താണ്? DSL ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈൻ. ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈൻ അല്ലെങ്കിൽ എന്താ വരിക? ഡെഡിക്കേറ്റഡ് സർവീസസ് ലൈൻ. ഇത് രണ്ടും പറയും. DSLന്റെ ഫുൾ ഫോം എന്താണ്? ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈൻ അല്ലേ? അല്ലെങ്കിൽ എന്ത് പറയാം? ഡെഡിക്കേറ്റഡ് സർവീസ് ലൈൻ. ഇത് രണ്ടും പറയും. ഇനി അടുത്ത് IIS. അടുത്തെന്താണ്? IIS എന്താ വരുന്നത്? IIS ഇന്റർനെറ്റ് ഇൻഫർമേഷൻ സെർവർ. ഇന്റർനെറ്റ് ഇൻഫർമേഷൻ സെർവർ ആണ് IIS എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് URL ആണ് അല്ലെ? URL എന്ന് പറഞ്ഞാൽ എന്താ? യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. ഓക്കെ അല്ലേ? ഈ പറഞ്ഞ മൂന്നെണ്ണം ക്ലിയർ അല്ലേ? അടുത്തേക്ക് കിടക്കാം. HTML. HTML എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. HTML സ്റ്റാൻഡ്സ് ഫോർ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത് വരുന്ന HTTP. HTTP എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്? ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഇനി അടുത്ത് എന്താണ്? WWW എന്താ വരുന്നത്? വേൾഡ് വൈഡ് വെബ്. വേൾഡ് വൈഡ് വെബ്. ഇനി അടുത്ത് എന്താണ് വരുന്നത്? TCP. TCP എന്താ പറയുന്നത്? ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ. ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ. TCP സ്റ്റാൻഡ്സ് ഫോർ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ. ഇനി അടുത്തത് വരുന്നത് IP. IP എന്താണ്? IP സ്റ്റാൻഡ്സ് ഫോർ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. IP സ്റ്റാൻഡ്സ് ഫോർ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. ഇനി അടുത്ത് DNS ആണ് അല്ലെ? DNS ഡൊമൈൻ നെയിം സിസ്റ്റം. ഡൊമൈൻ നെയിം സിസ്റ്റം. ഇനി അടുത്തത് SMTP. SMTP സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. POP പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ. POP സ്റ്റാൻഡ്സ് ഫോർ പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ. ഇനി അടുത്തെന്താ? TLD
ടോപ്പ് ലെവൽ ഡൊമൈൻ. TLD സ്റ്റാൻഡ്സ് ഫോർ ടോപ്പ് ലെവൽ ഡൊമൈൻ. അടുത്തത് CC. അടുത്തെന്താണ്? CC, കാർബൺ കോപ്പി. CC സ്റ്റാൻഡ്സ് ഫോർ കാർബൺ കോപ്പി. BCC, ബ്ലൈൻഡ് കാർബൺ കോപ്പി. BCC സ്റ്റാൻഡ്സ് ഫോർ ബ്ലൈൻഡ് കാർബൺ കോപ്പി. സെയിം ആണല്ലേ? ഇവിടെ CC, ഇവിടെ BCC. കാർബൺ കോപ്പി. അടുത്തെന്താണ്? ബ്ലൈൻഡ് കാർബൺ കോപ്പി. ക്ലിയർ? ബ്ലൈൻഡ് കാർബൺ കോപ്പി. അടുത്തെന്താണ്? FTP. FTP സ്റ്റാൻഡ്സ് ഫോർ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഇനി അടുത്തത് KBPS. അല്ലേ? കിലോ ബിറ്റ്സ് പെർ സെക്കൻഡ്. കിലോ ബിറ്റ്സ് പെർ സെക്കൻഡ്. KBPS, കിലോ ബിറ്റ്സ് പെർ സെക്കൻഡ്. ഇനി അടുത്തെന്താണ്? MBPS. MBPS എന്ന് പറഞ്ഞാൽ എന്താ? മെഗാ ബിറ്റ്സ് പെർ സെക്കൻഡ്. മെഗാ ബിറ്റ്സ് പെർ സെക്കൻഡ്. ഒന്നുകൂടി രണ്ടും സിമ്പിൾ ആണ് അല്ലേ? KBPS, MBPS. ഇവിടെ K ആണ് വരുന്നത്, ഇവിടെ M ആണ് വരുന്നത്. അത് മാത്രമേ വ്യത്യാസമുള്ളൂ. ഇവിടെ എന്താ വരുന്നത്? K ആണെങ്കിൽ എന്താ വരിക? കിലോ ബിറ്റ്സ് പെർ സെക്കൻഡ്. കിലോ ബിറ്റ്സ് പെർ സെക്കൻഡ്. MBPS ആണെങ്കിൽ മെഗാ ബിറ്റ്സ് പെർ സെക്കൻഡ്. മെഗാ ബിറ്റ്സ് പെർ സെക്കൻഡ്. ഇനി അടുത്തത് BIOS, ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. അടുത്തതിലേക്ക് കടക്കാം. ഇതൊക്കെ ഇപ്പോൾ തന്നെ നിങ്ങൾ പഠിച്ചു പോവാം. ഓക്കെ. HDD എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാർഡ് ഡിസ്ക് ഡ്രൈവ്. HDD എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാർഡ് ഡിസ്ക് ഡ്രൈവ് എന്നുള്ളതാണ്. FDD എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലോപ്പി ഡിസ്ക് ഡ്രൈവ്. ഫ്ലോപ്പി ഡിസ്ക് ഡ്രൈവ്. അടുത്ത KBD എന്നുള്ളത് കീബോർഡാണ് കേട്ടോ. KBD എന്നുള്ളത് കീബോർഡിന്റെ ഷോർട്ട് കട്ട് ആയിട്ട് KBD എന്ന് യൂസ് ചെയ്യാറുണ്ട്. ഇനി അടുത്തത് DOC. DOC എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോക്യുമെന്റ്. DOC സ്റ്റാൻഡ്സ് ഫോർ ഡോക്യുമെന്റ്. PDF, പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ്. പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ് ആണ് PDF എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? MS എന്ന് പറഞ്ഞാൽ എന്താണ്? മൈക്രോസോഫ്റ്റ്. MS വേർഡ് എന്ന് പറഞ്ഞാൽ മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡ് അല്ലേ? മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡ് എന്നുള്ളതാണ് MS വേർഡ് എന്നോട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ മൈക്രോസോഫ്റ്റ് അല്ലേ? മൈക്രോസോഫ്റ്റ്. അടുത്തെന്ന് വരുന്നത് CD, കോമ്പാക്ട് ഡിസ്ക്. CD സ്റ്റാൻഡ്സ് ഫോർ കോമ്പാക്ട് ഡിസ്ക്. CD സ്റ്റാൻഡ്സ് ഫോർ കോമ്പാക്ട് ഡിസ്ക്. DVD, ഡിജിറ്റൽ വീഡിയോ ഡിസ്ക്. ഡിജിറ്റൽ വീഡിയോ ഡിസ്ക്. അതാണ് DVD എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. DBMS സ്റ്റാൻഡ്സ് ഫോർ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. DBMS, ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. SQL എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് ആണ് SQL എന്ന് പറയുന്നത്. ക്ലിയർ? ഇത്രയാണ് നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്തിട്ടുള്ള ഫുൾ ഫോംസ് വരുന്നത്. ക്ലിയർ? ഇതിൽ നമ്മൾ മുൻവർഷ ചോദ്യ പേപ്പറിലുള്ള വന്നിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും എനാബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന ഇത്തരം വീഡിയോകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.